വെൽക്കം ബാക്ക് ടു ലേൺവൈസ് പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ BMP 003 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് പേപ്പറിന്റെ യൂണിറ്റ് 1 ഫണ്ടമെന്റൽസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. സോ അതിന്റെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് 1 നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം, പാർട്ട് 2. സോ പാർട്ട് 2 നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്കോപ്പ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അല്ലെ, ഒരുപാട് ആക്ടിവിറ്റീസ്. നമ്മൾ ട്രേഡ് ബിറ്റ്വീൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഏതൊക്കെ ഏരിയാസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഇന്റർനാഷണൽ ബിസിനസ് കവർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്റർനാഷണൽ ട്രേഡ്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. ഫിസിക്കൽ ആയിട്ടുള്ള ഗുഡ്സും സർവീസസും ഇ കൊമേഴ്സ് ഫെസിലിറ്റീസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഈ എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് കിട്ടുന്നു, ഫോറിൻ റിസർവ്സ് കിട്ടുക. ഇപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻവേർട്ട് ഫോറിൻ റിസർവ് നമുക്ക് കിട്ടും, ഓർ ഫോറിൻ കറൻസീസ് നമുക്ക് ഇങ്ങോട്ട് വരും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫോറിൻ കറൻസി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. സോ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ, നമ്മളിപ്പോ കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പേറ്റന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജി, മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലൈസൻസിങ്ങിലോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രാഞ്ചൈസിങ് എഗ്രിമെന്റിലോ നമുക്ക് എൻ്റർ ചെയ്തിരിക്കാം. സോ ദാറ്റ് ഈ ഒരു എഗ്രിമെന്റ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് മാർക്കോ കാര്യങ്ങളോ നമുക്ക് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പേറ്റന്റോ കാര്യങ്ങളോ യൂസ് ചെയ്ത് നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സെൽ ചെയ്യാനും പറ്റും. അപ്പൊ ഓണർക്ക് അതിന് റിട്ടേൺ ആയിട്ട് റോയാലിറ്റി കിട്ടും. ആൻഡ് ഫോറിൻ കമ്പനീസിന് എന്ത് ചെയ്യും, ഫോറിൻ കമ്പനി എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫോറിൻ കമ്പനീസിന് ഈ പ്രോഡക്ട്സ് സെൽ ചെയ്യാനും മറ്റും കഴിയുകയും ചെയ്യും. അതാണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഇസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ FDI ആണ്. എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്ട്ലി ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഫാക്ടറി സെറ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഷെയർസ് എന്തെങ്കിലും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടൊയോട്ട US, UK, ഇന്ത്യ, ടൊയോട്ട പ്ലാൻസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ FDI ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന പല മേജർ പ്രോഡക്ട്സ്, ഈ പ്രോജക്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നതാണ്. ദെൻ ഗ്ലോബൽ ഔട്ട്സോഴ്സിങ് ആൻഡ് ഓഫ് ഷോറിങ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം അല്ലെ, ആവശ്യമായിട്ടുള്ള സർവീസസും മറ്റും. ഇപ്പൊ ലോവർ ലേബർ കോസ്റ്റ് ഉള്ളിടത്ത് നിന്ന് സ്കിൽഡ് ലേബേഴ്സിനെ കൊണ്ടുവരാം, എന്തെങ്കിലും ടെക്നോളജിക്കൽ സർവീസ് വേണ്ടെടുത്തുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് കുറച്ച് ഏറ്റവും മാക്സിമം എഫിഷ്യൻസി നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ആപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്സോണിന്റെ കയ്യിൽ നിന്നാണ് അതിന്റെ പ്രോഡക്ട്സ് കാര്യങ്ങളോ അസംബ്ലിംഗ് ഓഫ് ദെയർ പ്രോഡക്ട്സ് എന്നുള്ളത് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും ഒരുപാട് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ജോയിന്റ് വെഞ്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക് അലയൻസസ്. കമ്പനീസ്, പല രാജ്യങ്ങളിലുള്ള പല കമ്പനീസിന്, അത് സെയിം ഒരു ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിന് എന്ത് ചെയ്യാം, അവർക്ക് കൊളാബറേറ്റ് ചെയ്യാം ഓൺ മ്യൂച്വൽ ഒബ്ജക്റ്റീവ്സ്. അതേപോലെ അവരുടെ ടെക്നോളജീസ് ഷെയർ ചെയ്യാം, റിസ്ക്കും റിസോഴ്സസും എല്ലാ കാര്യങ്ങളും അവർക്ക് ഷെയർ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ കുറച്ചു കാലമായിട്ട് നമ്മൾ സ്റ്റാർബക്സ് കാണുന്നുണ്ട് അല്ലെ. സോ സ്റ്റാർബക്സ് എങ്ങനെയാ, ടാറ്റ എന്ന് പറയുന്ന ഇതിന്റെ കീഴിലാണ് ഇപ്പൊ വരുന്നത്. സോ ഇറ്റ്സ് എ സ്ട്രാറ്റജിക്, ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ ആയിട്ട് നമുക്ക് പറയാം, സ്ട്രാറ്റജിക് അലയൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് അതിന്റെ കൂടെ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊളാബറേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോ നമുക്ക് ഓൾ വേൾഡ്, അതായത് അക്രോസ് ദ കോണ്ടിനെന്റ്സ് ഓർ അക്രോസ് ദ കൺട്രി സപ്ലൈ ചെയിൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ബോയിങ് 787 അതിന്റെ അസംബ്ലിംഗ് പ്രോസസ് ചെയ്യുന്നത് US-ലാണ്. അതിന്റെ വിങ്സ് വരുന്നത് ജപ്പാനിൽ നിന്നാണ്. അതേപോലെ ലാൻഡിംഗ് ഗിയർ വരുന്ന UK-യിൽ നിന്നാണ്. അപ്പൊ എല്ലാ രാജ്യത്തു നിന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്തോ അതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. സോ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അവിടെ ഉണ്ട് എന്ന് പറയാം. ദെൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇവിടെ ഫിനാൻസും എന്ത് ചെയ്യുന്നുണ്ട്, അക്രോസ് ദ ബോർഡേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വരുന്നുണ്ട്, ഇന്റർനാഷണൽ ബാങ്കിങ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് വരുന്നുണ്ട്, ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് വരുന്നുണ്ട്. സോ ഇന്റർനാഷണൽ ലെവലിൽ ഫിനാൻസ് മാനേജ്മെന്റ് കാര്യങ്ങൾ അവിടെ
നടക്കുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്. ഇപ്പൊ വോൾ വേൾഡിനെ അല്ലെങ്കിൽ വേൾഡിനെ ഒരു സിംഗിൾ മാർക്കറ്റ് ആയി കൺസിഡർ ചെയ്തിട്ട് അതിന് വേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഗ്ലോബൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മെയിൻ ആയിട്ട് 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 P's എന്ന് പറയും അല്ലെ? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ എന്ന് പറയും. സോ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു ലോക്കൽ കൾച്ചർ മറ്റു കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൊക്കക്കോള US-ലും ചൈനയിലും ആഫ്രിക്കയിലും ഡിഫറെന്റ്ലി ആ ഒരു ലോക്കൽ കൾച്ചർ അല്ലെങ്കിൽ ലോക്കൽ നീഡ്സിന്റെ ബേസിസിലാണ് അവർ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദെൻ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വർക്ക് ഫോഴ്സും അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ സ്കില്ലും എന്ത് ചെയ്യുന്നുണ്ട്? അക്രോസ് ബോർഡേഴ്സ് ട്രാൻസ്ഫർ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വി ക്യാൻ ഹയർ ഫോറിൻ വർക്കേഴ്സ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൾച്ചറൽ ട്രെയിനിങ്സ് കാര്യങ്ങൾ കൊടുക്കാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഗൂഗിളൊക്കെ നോക്കിയ ഗ്ലോബലി എന്ത് ചെയ്യുന്നുണ്ട്? ഹയർ ചെയ്യുന്നുണ്ട് അല്ലെ? ദെൻ ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ പറയുന്ന ഗുഡ്സ് സർവീസും കാര്യങ്ങളെല്ലാം ഇന്റർനാഷണലി മൂവ് ചെയ്യാനായിട്ട്. സോ അതെങ്ങനെയാ? ഷിപ്പിംഗ് വഴി അല്ലെങ്കിൽ ഷിപ്പിംഗ്, വെയർ ഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ്, പാക്കേജിങ്, അതെല്ലാ കാര്യങ്ങളും എന്തിൽ ഇൻവോൾവ് ആണ്? ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനിൽ ഇൻവോൾവ് ആണ്. സോ ഒരു ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കോപ്പിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞതില് FDI നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊന്ന് നോക്കിയേ. FDI എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ കമ്പനി മറ്റൊരു രാജ്യത്തിലെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗ് എങ്ങനെയാണ്? ആ ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ഓപ്പറേഷൻ മറ്റൊരു കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക് അത് ചെയ്യാനായിട്ട് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് വരുന്നത്? ഔട്ട്സോഴ്സിംഗ് വരുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ്. പിന്നെയും പറയുന്നുണ്ട് ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, ഓഫീസ് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റേക്ക് അതായത് ഷെയർസ് കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് FDI ചെയ്യാറുണ്ട്. ഗ്ലോബൽ സോഴ്സിംഗിൽ നമ്മൾ പൊതുവെ എയിം ചെയ്യുന്നത് ലോ കോസ്റ്റിൽ എംപ്ലോയീസിനെ കിട്ടാനോ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാനോ ബെറ്റർ ടെക്നോളജിയോ മറ്റു കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഔട്ട്സോഴ്സിംഗിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇനി FDIയില് ഡയറക്റ്റ് ഓണർഷിപ്പും ഡയറക്റ്റ് ക്യാപിറ്റലും കാര്യങ്ങളും വേണം. പക്ഷെ ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാനുള്ള നമ്മൾ ആ ഒരു ഫോറിൻ ഫാക്ടറി ഓൺ ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രം. ദെൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ടൊയോട്ടയുടെ കാര്യം അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് FDIയിൽ. ഇവിടെ ആപ്പിളിന്റെ അത് ഔട്ട്സോഴ്സിംഗ് ആയിട്ട് അല്ലെ പ്രോഡക്റ്റ് അസംബിൾ ചെയ്യുന്നത് പുറത്തുനിന്നാണ്, ഫോക്സ്കോണിൽ നിന്നാണെന്ന് പറഞ്ഞു. സോ അതൊരു ഔട്ട്സോഴ്സിംഗിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ദെൻ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഒരു ഫോം മാത്രമാണ്. ട്രേഡിംഗ് അല്ലാതെ ഒരുപാട് ഫോംസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, അതായത് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് സെല് ചെയ്യാണ് അക്രോസ് ഗ്ലോബലി നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് സെല് ചെയ്യുമ്പോൾ അവിടെയാണ് എന്ത് വരുന്നത്? ഇന്റർനാഷണൽ ട്രേഡ് വരുന്നത്. പിന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ക്രോസ് ബോർഡർ സർവീസസ് വരുന്നുണ്ട്. അതായത് ഒരു കൺട്രി മറ്റൊരു കൺട്രിക്ക് എന്തെങ്കിലും സർവീസസ് ഓഫർ ചെയ്ത് അത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ക്രോസ് ബോർഡർ സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തെങ്കിലും കൺസൾട്ടിങ് സർവീസ് ആവാം, അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്സോഴ്സിംഗ് ആവാം. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് IT റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്സോഴ്സിംഗ് സർവീസ് ആണ്. ദെൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആവാം. പല രീതിയിൽ അത് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഫ്ലോസ്, അതായത് ട്രേഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, റെമിറ്റൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ബൂസ്റ്റർ ചെയ്യാൻ അതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് എസെൻഷ്യൽ ആണെന്ന് പറയാം. ദെൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റീസ്. ഓവർസീസ് ട്രാവലിലൂടെ ഇപ്പൊ നമ്മൾ മറ്റൊരു രാജ്യത്ത് നമ്മൾ എന്തെങ്കിലും ടൂർ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഹോട്ടൽസ് നമ്മൾ സ്റ്റേക്ക് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് നമ്മൾ യൂസ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഫോറിൻ ക്യാഷ് കാര്യങ്ങൾ അവിടെ എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. അതും ഈ പറയുന്ന ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇതിൽ വരുന്നതാണ്. ദെൻ ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിങ്. നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർനാഷണൽ ബ്രാൻഡ്സിനെ നമുക്ക് ഫ്രാഞ്ചൈസിങ് കാര്യങ്ങൾ വഴി എന്ത് ചെയ്യാം? നമ്മുടെ രാജ്യത്തും കൊണ്ടുവരും. ഇപ്പൊ പിസ്സ ഹട്ട് അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ളത് ഒരു MNC ആണ് അല്ലെ? മറ്റ് രാജ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. അതെങ്ങനെയാ ഇവിടെ വന്നത്?
വയ ഫ്രാഞ്ചൈസിങ് ആണ് അല്ലെ. ദെൻ കോൺട്രാക്ട് മാനുഫാക്ചറിങ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആപ്പിൾ അല്ലെങ്കിൽ നൈക്ക് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ഫോറിൻ മാനുഫാക്ചറെ വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാം. സോ ദാറ്റ് അവിടെ കോസ്റ്റ് കുറയ്ക്കും, അതുപോലെ തന്നെ എഫിഷ്യൻസി മറ്റും ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ എഫ് ഡി ഐ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് ഏതെങ്കിലും ഫാക്ടറീസിലോ മറ്റെന്ത് ചെയ്യാം, ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ ടെക്നോളജി, എംപ്ലോയ്മെന്റ്, ക്യാപിറ്റൽ കാര്യങ്ങളെല്ലാം വരികയാണ് ചെയ്യുന്നത്. ദെൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, നമുക്ക് പ്രൊഡക്ഷൻ അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മൂവ്മെന്റ്, ഡെലിവറി കാര്യങ്ങളെല്ലാം അക്രോസ് ഗ്ലോബൽ മൾട്ടിപ്പിൾ കൺട്രീസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോംസിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ മോഡേൺ ട്രെൻഡ്സ് അഫക്റ്റിംഗ് ഇന്റർനാഷണൽ ബിസിനസ്. ഏതൊക്കെയാണ് കറന്റ് ട്രെൻഡ്സ് ഓർ റിസന്റ് ട്രെൻഡ്സ് ഇന്റർനാഷണൽ ബിസിനസിനെ അഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡിജിറ്റൽ ട്രേഡ്. ഡിജിറ്റൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യുമ്പോഴാണ് അവിടെ ഡിജിറ്റൽ ട്രേഡ് വരുന്നത്. അപ്പൊ അവിടെ മേ ബി പേയ്മെന്റ്സും ഓൺലൈൻ ആയിരിക്കും. ഒരുപാട് ഡേറ്റ ട്രാൻസ്ഫർ വരാനും അല്ലെങ്കിൽ ഡിജിറ്റൽ സർവീസസ് കാര്യങ്ങൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും മറ്റും ചാൻസസ് ഉണ്ട്. ദെൻ വി ഹാവ് ക്രോസ് ബോർഡർ ഇ കൊമേഴ്സ്. നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ക്രോസ് ബോർഡർ ഇ കൊമേഴ്സ് ആണ്. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ഫോറിൻ സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് വരെ ഈ പറയുന്ന ആമസോണോ ഫ്ലിപ്കാർട്ടോ മറ്റോ അതേപോലത്തെ മാർക്കറ്റ് പ്ലേസസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ ഔട്ട്സോഴ്സിങ് ആൻഡ് ഓഫ് ഷോറിംഗ്. നമുക്ക് എന്ത് ചെയ്യാം, കമ്പനീസിന് അവരുടെ ഓപ്പറേഷൻസ് മറ്റെങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഇപ്പൊ നമുക്കിപ്പോ ഏതെങ്കിലും ഇപ്പൊ ഈ ഒരു കൺട്രിയിൽ നമ്മളൊരു ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോ ഹോം കൺട്രീനേക്കാളും നമുക്ക് ലോവർ ആയിട്ടുള്ള കോസ്റ്റും ലേബറും ഒക്കെ വരുന്നുള്ളൂ, എക്സ്പെൻസ് കുറവാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളതാണ് ഓഫ് ഷോറിംഗ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ഉണ്ട്. എന്താണ്? മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ അവിടെ ഷിപ്പിംഗ് വരുന്നുണ്ട്, വെയർ ഹൗസിംഗ് വരുന്നുണ്ട്, കസ്റ്റംസ് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് ഷിപ്പ് ചെയ്യാം, അത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ത്രൂ ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ദെൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ്, FTAs. FTAs എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദേ ആർ എഗ്രിമെന്റ്സ്. ഇപ്പോ ഏതെങ്കിലും 2 or 3 അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അതായത് നമുക്ക് ഇന്റർനാഷണൽ ട്രേഡ് വരുമ്പോൾ അവിടെ ബാരിയേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്. ഈ ബാരിയേഴ്സിനെ നമ്മൾ താരിഫ് ബാരിയേഴ്സിനും നോൺ താരിഫ് ബാരിയേഴ്സിനും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റംസ് ക്ലിയറൻസ് കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ടുള്ള ബാരിയേഴ്സ് ആയിരിക്കും അവിടെ വരുന്നത്. അല്ലെങ്കിൽ ക്വാട്ടാസ് ഉണ്ടാവും. സോ ഇങ്ങനത്തെ ഒരു ബാരിയേഴ്സും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എഗ്രിമെന്റ് ബിറ്റ്വീൻ കൺട്രീസ് ആണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് അവിടെ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള, ഫാസ്റ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡ് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് കഴിയും. ദെൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഫ്ലോസ്. സോ ഇന്റർനാഷണൽ ട്രേഡിൽ എന്താണ്, ഫോറിൻ മണി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുവാണ്. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ്, ലോൺസ്, റെമിറ്റൻസ്, അതേപോലെ ഇന്റർനാഷണൽ ബാങ്കിങ് തുടങ്ങിയ ഏരിയാസിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോറിൻ റിസർവ്സ് മൊബിലൈസ് ചെയ്യാനും അതുവഴി നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലേക്ക് എത്താനായിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ MNCs, നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനി. ഇപ്പൊ ആപ്പിൾ അല്ലെങ്കിൽ ടൊയോട്ട അല്ലെങ്കിൽ നെസ്ലെ, കൊക്കോകോള, ഇവരെല്ലാം എന്താണ്, MNCs ആണ് അല്ലെ. അതായത് ഇവര് പല കൺട്രീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും പുതിയ മാർക്കറ്റ് പ്ലേസും റിസോഴ്സസും കിട്ടിയാൽ അവർ ഇനിയും എക്സ്പാൻഡ് ചെയ്യും. അതായത് ഒരു രാജ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സും മറ്റു പല കൺട്രീസിലായിട്ട് ബിസിനസ്സും ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ MNCs എന്ന് വിളിക്കുന്നത്. സോ ദേ വിൽ ഇൻക്രീസ് ഗ്ലോബൽ കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് കാര്യങ്ങൾ അവര് ഓൾവേസ് ഹോൾ ഗ്ലോബിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നു. ദെൻ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ വന്നത് ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് നേഷൻ ആണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു രാജ്യം മറ്റു രാജ്യത്തിന് എന്ത് ചെയ്തിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് വന്നത്. അപ്പോ ഗ്ലോബലൈസേഷൻ ആണ് ആക്ച്വലി ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് വഴി വെച്ചത്. കാരണം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ തന്നെ ഗുഡ്സ് അക്രോസ് ദർ നാഷണൽ ബൗണ്ടറീസ് ട്രാവൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഉള്ള ഏറ്റവും വലിയ ഡ്രൈവ് എന്ന് പറയുന്നത് തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. സോ
ഇറ്റ് ആക്സിലറേറ്റ് ഇന്റർനാഷണൽ ബിസിനസ് ഡ്യൂ ടു എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഇന്റർനാഷണൽ ബിസിനസ് ഗ്ലോബലൈസേഷൻ ആക്സിലറേറ്റ് ചെയ്തതെന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷനിൽ വന്ന അഡ്വാൻസ്മെന്റ്, ഇന്റർനെറ്റ്, ദെൻ മൊബൈൽ, ദെൻ ഒരുപാട് അഡ്വാൻസ്മെന്റ് വന്നു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ, അതെല്ലാം എന്റെ റീസൺ ആയിട്ട് പറയാം. ദെൻ ട്രേഡ് ബാരിയേഴ്സ് മറ്റും റിമൂവ് ആയി. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വന്നു. അതുപോലെ തന്നെ MNCs കാര്യങ്ങൾ വന്നു. സോ ഈ റീസൺ ഒക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ടുഡേ പ്രോഡക്റ്റ് മൈ ഡിസൈൻ ഇൻ USA, engineered in Germany and manufactured in China, assembled in Vietnam and sold in 180+ countries. അതായത് ഒരു രാജ്യത്ത് ഡിസൈൻ ചെയ്യുന്നു, മറ്റു രാജ്യത്ത് എഞ്ചിനീയർ ചെയ്തെടുത്ത്, ഒരു രാജ്യത്ത് മാനുഫാക്ചർ ചെയ്ത് മറ്റൊരു രാജ്യത്ത് അസംബിൾ ചെയ്ത പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ വേൾഡ് എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആവുന്നുണ്ട്. അതാണ് ആ പറയുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ആൻഡ് നമുക്കിനി നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസിനെയും ഡൊമസ്റ്റിക് ബിസിനസിനെയും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. നോക്കിയേ, ഇന്റർനാഷണൽ ബിസിനസ് നമ്പർ ഓഫ് കൺട്രീസ് എങ്ങനെയായിരിക്കും, മൾട്ടിപ്പിൾ കൺട്രീസ് ആയിരിക്കും അല്ലെ, ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് ഉണ്ടാവും. ഡൊമസ്റ്റിക് ബിസിനസ് എങ്ങനെയാ, എവിടെയാണോ അത് ഉള്ളത് അവിടെ മാത്രം, സോ 1 കൺട്രി മാത്രമേ അവിടെ വരുള്ളൂ. ദെൻ കറൻസി ഇൻവോൾവ് എങ്ങനെയാണ്, ഇന്റർനാഷണൽ ബിസിനസ്സിൽ മൾട്ടിപ്പിൾ കറൻസീസ് ഇൻവോൾവ് ആണ്. ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ആ ഒരു നേഷനിലെ സിംഗിൾ കറൻസി മാത്രമായിരിക്കും ഇൻവോൾവ് ആയിട്ട് വരിക. ദെൻ ഇന്റർനാഷണൽ ബിസിനസ്സിലെ റിസ്ക് എങ്ങനെയാ, കുറച്ചുകൂടി ഹൈ ആണ് അല്ലെ, ഡൊമസ്റ്റിക് ബിസിനസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരുപാട് റിസ്ക് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതേപോലെ ഇന്റർഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എങ്ങനെയാ, കുറച്ചും കൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള എന്താണ്, ഡൊമസ്റ്റിക് ബിസിനസ്സിൽ എങ്ങനെയാ ഒരു യൂണിഫോം കൾച്ചർ ആയിരിക്കും, ഇന്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിൽ കുറച്ചും കൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ കമ്മിങ് ടു ലീഗൽ സിസ്റ്റം, ഡൊമസ്റ്റിക് ബിസിനസ്സിന് ആ ഒരു രാജ്യത്തെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ ആ എല്ലാ രാജ്യങ്ങളുടെയും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്തിരിക്കും. ദെൻ മാർക്കറ്റ് സൈറ്റ്സ് എങ്ങനെ, ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഗ്ലോബൽ മാർക്കറ്റ് ആണ്, ഡൊമസ്റ്റിക് ബിസിനസ്സിന് ലിമിറ്റഡ് മാർക്കറ്റ് അപ് ടു ഇൻസൈഡ് ദാറ്റ് നേഷൻ എന്നുള്ള ഒരു മാർക്കറ്റ് ആണ് വരുന്നത്. ദെൻ കമ്മിങ് ടു കോമ്പറ്റീഷൻ, ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ഇവരായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഡൊമസ്റ്റിക് ബിസിനസ്സിന് എങ്ങനെയാണ്, ലോക്കൽ പ്രോഡക്ട്സ് ആയിരിക്കും കോമ്പറ്റീഷൻ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. നോക്കിയേ, ആപ്പിളിന്റെ കാര്യം പറയുന്നുണ്ട്. ആപ്പിൾ യൂസസ് എ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഇൻവോൾവിംഗ് 30+ കൺട്രീസ്. അപ്പൊ അവർക്കൊരു ഗ്ലോബൽ സപ്ലൈ, പല കാര്യങ്ങളും പല നാട്ടിൽ നിന്ന് വന്നിട്ടാണ് ആപ്പിൾ എന്ന് പറയുന്ന കാര്യം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. സോ അതാണ് പറയുന്നത്. ദെൻ മക്ഡൊണാൾഡ്സ് ഓപ്പറേറ്റ് ഇൻ 100+ കൺട്രീസ് വിത്ത് ലോക്കലൈസ് മെനൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇന്ത്യയിൽ വന്ന പാലു പാറ്റി ബർഗേഴ്സ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അവരൊരു MNC ആണ്, പക്ഷെ അവരെവിടെയാണോ ആ ഒരു റീജിയണൽ ആ ഒരു കൾച്ചർ അവർ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ മെനുവിൽ ചെറിയ ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട്. ദെൻ ടൊയോട്ട മാനുഫാക്ചർ ഓട്ടോമൊബൈൽ അക്രോസ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. എല്ലായിടത്തും മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. എന്നിട്ട് ഗ്ലോബലി എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ പ്രോഡക്ട്സ് സെൽ ചെയ്യുന്നുണ്ട്. ദെൻ ആമസോൺ എന്താ ചെയ്യുന്നത്, ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് അല്ലെ, ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡ് ദെൻ ക്ലൗഡ് സർവീസസ്. ദെൻ സാംസങ് എങ്ങനെയാണ്, അവര് മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സും പല രാജ്യങ്ങളിലും ഈ പറയുന്ന സാംസങ്ങിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ നമ്മള് ഇതിന് നമുക്ക് കീ ടേക്ക് അവേസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. നമ്മൾ ഗ്ലോബലൈസേഷൻ എന്താന്ന് പറഞ്ഞു. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഇന്റർഡിപെൻഡൻസ് ഓഫ് നേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ഓൾ വേൾഡിനെ ഒരു ജൈന്റ് മാർക്കറ്റ് പ്ലേസ് ആക്കി മാറ്റുന്ന ഒന്നാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്താന്ന് പറഞ്ഞു. നമ്മൾ വോളിയം കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും, അതാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. ദെൻ FDIയും ഔട്ട്സോഴ്സിങ് രണ്ട് നമ്മൾ പറഞ്ഞു. FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ കമ്പനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ അത് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ കമ്പനീനെ ഏൽപ്പിക്കുന്നതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ദെൻ കോംപ്ലക്സിറ്റി ആൻഡ് റിസ്കിനെ കുറിച്ച് പറഞ്ഞു. ഇന്റർനാഷണൽ ബിസിനസ്സിന് മൾട്ടിപ്പിൾ കറൻസീസ് ഇൻവോൾവ് ആണ്, മൾട്ടിപ്പിൾ കൾച്ചർ ഇൻവോൾവ് ആണ്, മൾട്ടിപ്പിൾ ലീഗൽ സിസ്റ്റംസ് ഇൻവോൾവ് ആണ്. സോ ദാറ്റ് അവിടെ റിസ്ക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ബിസിനസ് ഡിഫറൻസിയേഷൻ ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. ദെൻ മോഡേൺ ട്രെൻഡ്സ്, അതൊരു കറന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ താങ്ക് യു.